ബോധി സോളാറിന്റെ പുതിയ പ്രൊജക്റ്റ് അല്ല, പഴയ ഒരു പ്രൊജക്റ്റിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. മോണോപെർക്ക്, വാരിയുടെ മോണോപെർക്ക് 390 വാട്ട് പീക്കിന്റെ പാനൽ ഇറങ്ങിയ ടൈമിൽ ചെയ്തൊരു പ്രൊജക്റ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2021 ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ് ഇതിന്റെ എന്താ പറയുക, ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് സാർ നമുക്ക് തരുന്നത്. സർപ്രൈസ് ആയിട്ടാണ് നമുക്ക് തന്നത് തന്നെ. താങ്ക് യു സോ മച്ച് സർ ഫോർ ദാറ്റ്. സാറിന്റെ പേര് വിനോദ് മേനോൻ. സാർ IT പ്രൊഫഷണലാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറ് തന്നെ പറയാം സോളാറിലേക്ക് വരാൻ ഉണ്ടായ കാരണങ്ങള്, 3 വർഷം ബോധിയെ സഹിച്ചതിന് എന്തെങ്കിലും സാറിന് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെയാണ് എന്നുള്ളത് സാറ് തന്നെ. സാർ സഫാരിക്ക് അതിന്റെ ഇടയിൽ കൂടി ഞാൻ പറയാം. സാർ ഒരു ടാറ്റ സഫാരി എടുത്തു. അപ്പൊ സഫാരിയിൽ ഒരു 140K വ്യൂസും ലൈക്സ് ഒക്കെ ഒരുപാട് വന്നു. അപ്പം അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് തന്നെ ആയിരിക്കും സാർ ഇതും പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, 2021 ജനുവരിയിലാണ് ഞാനിങ്ങനെ സോളാർ വെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ചോദിക്കാനായിട്ട് ആരുമില്ല. ഒന്നാമത് ഈ ഏരിയയിലോ എൻ്റെ പരിചയത്തിൽ ആരും തന്നെ സോളാർ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. അപ്പം ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ടെക്നോളജി വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫീൽഡും കൂടിയാണ് സോളാറിൻ്റെ. അങ്ങനെ ഞാൻ ഒരു 3-4 കമ്പനികൾക്ക് വിളിച്ചിട്ട് എൻ്റെ ഇത് കാണിച്ചു. എനിക്ക് കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ കൺസീൽഡ് ആയിരിക്കണം, ഞാൻ പറയുന്ന പാനൽ വയ്ക്കണം, അങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 കമ്പനികളിൽ നിന്നും ഞാൻ കൊട്ടേഷനൊക്കെ എടുത്തു. അങ്ങനെ ആണ് ബോധിയിൽ നിന്ന് ശ്രീകുമാറും വിജയും കൂടെ വന്നത്. ഇവരും കൊട്ടേഷൻ തന്നായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചു സംസാരിക്കാനായിട്ട്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് അത് വിശദമായിട്ട് വ്യക്തമായിട്ട് ഇരുന്ന് കേട്ട് മനസ്സിലാക്കി എൻ്റെ പ്രശ്നങ്ങൾ, എനിക്ക് ഉള്ള ആവശ്യങ്ങൾക്ക് ന്യായമായ ഒരു പരിഹാരവും അതിൻ്റെ ഒരു സൊല്യൂഷനും അവർ ഇത് വയ്ക്കുന്നതിന് കാണിച്ചു പറയുകയും ചെയ്തു. അത് ബേസ് ചെയ്താണ് ഞാൻ ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തത്. ഒരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വയേഴ്സ് ഒന്നും തന്നെ പുറത്തിങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ട്. അതെല്ലാം പൈപ്പ് ഇട്ട് കൺസീൽഡ് ആക്കി കൊടുക്കണം, ഒരാവശ്യം. 2, നമ്മൾ എർത്ത് കൊടുക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് അലൂമിനിയം കോട്ടഡ് കോപ്പർ കൊണ്ടുവയ്ക്കും, കോപ്പർ കോട്ടഡ് അലൂമിനിയം കൊണ്ടുവയ്ക്കും. അങ്ങനെ കോസ്റ്റ് കുറയ്ക്കും. കോസ്റ്റ് കുറയ്ക്കുന്നതിനല്ല കാര്യം, പക്ഷെ എനിക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട്. കാര്യം നമ്മൾ ഇതൊരെണ്ണം എടുക്കുന്നത് ഒരു 25-35 വർഷത്തേക്കാണ് ഈ സാധനം. അപ്പം അതിന് ക്വാളിറ്റിയാണ് നമ്മളപ്പം നോക്കിയത്. അപ്പൊ അത് ഇവർ ഉറപ്പ് തരികയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ കൊണ്ട് ഞാൻ അവസാനം ഇവരെ സെലക്ട് ചെയ്ത് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തു. അപ്പോഴൊരു ഭയം വരുന്നു. കാര്യം ഇവരും പുതിയതാണ്, ഇവർ മാർക്കറ്റിൽ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല. ഞാൻ ചോദിക്കുന്നവരൊന്നും ആരും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഏരിയയിലെ KCBയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 രണ്ടാമത്തെയോ പ്ലാന്റ് ആണ് ഈ ഞങ്ങളുടെ വീട്ടിലുള്ളത്. അതിനുശേഷം ഒരുപാട് പേര് ഇവിടെ വെച്ചു, അത് വേറെ കാര്യം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, ഞാൻ ഒരുപാട് പേർക്ക് ഇവരെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മാർച്ച് മാസം ഒരു ഇൻസ്റ്റലേഷൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം കൊണ്ട് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. അപ്പം 1-2 കണ്ടീഷൻ പാനൽ ഏത് വേണം. അപ്പം ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ അന്നത്തെ ഏറ്റവും ബെസ്റ്റ് പാനൽ ഒന്ന് വാരി ആയിരുന്നു. ഇന്ത്യയിലെ നമ്പർ 2 സോളാർ പാനൽ മാനുഫാക്ചറേഴ്സ് ആണ് വാരി. അതുകൊണ്ട് വാരി എടുത്തു. അവർ എന്നെ സജസ്റ്റ് ചെയ്ത ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ സോഫാറിന്റെ. ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. വാറണ്ടി അതേപോലെ എനിക്ക് അവർ 25 വർഷത്തെ വാറണ്ടിയും തന്നിട്ടുണ്ട്. സോഫാറിന്റെ ഇൻവെർട്ടറിന് 10 വർഷത്തെ വാറണ്ടി ഉണ്ട്. പെർഫോമൻസ് ഗ്യാരണ്ടി പിന്നെ ഒരു അധികം 10 വർഷം കൂടി തന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി കൊണ്ട് എനിക്കിത് വളരെ ഒരു മികച്ച ഡീലായിട്ടാണ് തോന്നിയത്. ഇതിപ്പോ ഒരു 3 വർഷമായി. എൻ്റെ മന്ത്ലി കൺസംഷൻ ആവറേജ് KCBയുടെ ബില്ലിൽ 450 യൂണിറ്റ് കറണ്ട് ആയിരുന്നു. എനിക്ക് ഓൺ ആൻഡ് ആവറേജ് ഒരു വർഷം ഏകദേശം 60,000 തൊട്ട് 70,000 രൂപ വരെ ഞാൻ KCBക്ക് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ആകെ കൊടുക്കുന്നത് 220 രൂപ എന്നുള്ള ഫിക്സഡ് ചാർജ് അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. ഇത് കൂടാതെ കഴിഞ്ഞ വർഷം ഞാൻ ഇലക്ട്രിക് കാർ വാങ്ങിക്കുകയും ചെയ്തു. കാര്യം എക്സസ് വരുന്ന കറണ്ട് ഉപയോഗിച്ചിട്ട് കാർ ഓടിക്കാനും പറ്റും. അപ്പം വെർച്വലി കാർ ഇപ്പം ഞാൻ ഓടിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. സോളാറിൽ നിന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാർ ചാർജ് ചെയ്യുന്നു, വണ്ടി ഓടിക്കുന്നു. എന്തുകൊണ്ടും ഇതൊരു വളരെ മികച്ച ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ അവർ എനിക്കത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു തരികയും ചെയ്തു. സർ ലാസ്റ്റ് 3 ഇയർ ആയി നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം സാറിന് ഈ 3 ഇയർ കൊണ്ട് ബോധിയിൽ നിന്ന് കിട്ടിയ സർവീസിനെ പറ്റിയിട്ട് സാറിനൊന്ന് പറയാമോ? എനിക്ക് വളരെ നല്ല സർവീസാണ്. ഒരു തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊരു 4-5 മാസം എൻ്റെ കറണ്ട് ഓവർഫ്ലോ വന്നിട്ട്
ഇത് പോയായിരുന്നു, വാട്ട് യു കോൾ ദാറ്റ്, ബ്രേക്കർ. എനിക്ക് തോന്നുന്നു വിളിച്ചു പറഞ്ഞു ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ആള് വന്നു ശരിയാക്കി. പിന്നെ സോളാറിൽ ഏറ്റവും വലിയൊരു നമുക്ക് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ വീഴുക, പക്ഷികൾ കാഷ്ടിക്കുക, പിന്നെ പൊടി. നാട്ടിൽ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ സോളാറിൽ പൊടി ചെറുതായിട്ട് വന്ന് ക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പം ഇത് ഒന്നുകിൽ നമുക്ക് പോയി ക്ലീൻ ചെയ്യാം, അല്ല ആരെങ്കിലും വിളിച്ച് ക്ലീൻ ചെയ്യാം. പക്ഷെ ഞാൻ ഇവരെ വിളിച്ച് പറയാറേ ഉള്ളൂ. അവർ ഇമീഡിയറ്റ് ആയിട്ട് ഒരാളെ വിടും, 1-2 പേര് അവർ ഇവിടെ വരും, ക്ലീൻ ചെയ്തിട്ട് പോകും. അപ്പം ഞാനൊരു 3-4 മാസം കൂടുമ്പോൾ ഇവരെ വിളിച്ചിട്ട് പറയും, അവർ ആ ക്ലീനിങ് സർവീസും എനിക്ക് തരാറുണ്ട്. അപ്പം വിളിച്ച് പറയുമ്പോഴുള്ള റെസ്പോൺസ് എനിക്ക് വളരെ ഇതാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു കാര്യം അതാണ്. എല്ലാം തുടങ്ങാനായിട്ടുള്ള ശുഷ്കാന്തി എല്ലാവർക്കും കാണും. തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ വഴിക്ക് പോകും, തീർന്നു, പിന്നെ തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല. പക്ഷെ എനിക്കൊരു ഈ 3 വർഷമായിട്ട് ഒരു വ്യത്യാസം ഇവരൊന്നും മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തുടങ്ങുക ഫിക്സ് ചെയ്യാന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസും ഇവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഇത് മനസ്സിലായി. നമ്മൾ പവർ പ്ലാന്റ് ചെയ്ത് വൈഫൈ കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരിക്കൽ ഇവിടെ പവർ പ്ലാന്റ് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രീയും ഞാനും കൂടി തന്നെയാണ് വന്നത്. വന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ സാറിൻ്റെ റൂമിൽ, സാർ വർക്ക് ചെയ്യുന്ന റൂമിൽ ഒരു സിസ്റ്റം സാറിൻ്റെ ഐഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ആ സിസ്റ്റത്തിൽ ഫുൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. സാർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ നമ്മുടെ ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും. അപ്പോൾ സാർ പറഞ്ഞത് നിങ്ങൾ വെച്ച പവർ പ്ലാന്റിൽ കറക്റ്റ് നിങ്ങൾ പറഞ്ഞ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് ലൈവായിട്ട് കാണാമല്ലോ. മറ്റേ നമ്മൾ ഫോണിൽ നോക്കുകയൊക്കെ വേണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ സ്ക്രീനിൽ എപ്പോഴും കാണാൻ പറ്റും. നിങ്ങൾ വെച്ചിട്ട് പ്രൊഡക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വിളിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി, സാറിൻ്റെ കുറേ പ്രൊജക്ട്സ് സാർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ റിലേറ്റീവ്സിൻ്റെ, ഫ്രണ്ട്സിൻ്റെ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എപ്പോഴും ബോധിയുടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പോസിറ്റീവ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെഫറൽ വർക്കുകൾ തന്നെയാണ്. സാറിൻ്റെ റെഫറൻസിലും ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് സാർ. താങ്ക് യു.